സ്തുതിക്കാം. ആമേൻ. നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ചെറിയ ഷോർട്ട് സങ്കീർത്തനമാണ് 100-ാമത്തെ സങ്കീർത്തനം. അതിൻ്റെ തലക്കെട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന സ്തോത്ര സങ്കീർത്തനം. ആമേൻ. 150 സങ്കീർത്തനങ്ങളിൽ ഈ തലക്കെട്ടോട് കൂടിയിട്ടുള്ള ഒരേ ഒരു സങ്കീർത്തനമേ ഉള്ളൂ. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാനിത് പ്രാർത്ഥിച്ച് ഈ സങ്കീർത്തനം തന്നെ എടുത്തു. ആമേൻ. മാത്രമല്ല ഇന്നത്തെ ദിവസം വർഷിപ്പിൻ്റെ ഇടയ്ക്കും അപ്പോൾ തന്നെ ദേവദാസൻ രാവിലെ ഇംഗ്ലീഷ് വർഷിപ്പിൻ്റെ ഇടയ്ക്കും എല്ലാം മുട്ടി തൊട്ടും തൊടാതെയൊക്കെ ആയിട്ട് ഇതിനകത്തു നിന്നെല്ലാം ദൈവം ഇങ്ങനെ സംസാരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഞായറാഴ്ച എന്ന രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് സഭയോട് സംസാരിക്കാനുള്ളത് എൻ്റെ കയ്യിൽ നൽകി തന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആമേൻ. നോക്കണേ, സങ്കീർത്തനങ്ങൾ 100 എന്ന് പറയുന്നത് ഒരു സ്തോത്ര സങ്കീർത്തനമാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയാൻ, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയാൻ അധികമൊന്നുമില്ല. കാരണം ഇത് എഴുതിയത് ആരാണെന്ന് അറിയത്തില്ല, ഇത് ഏത് കാലഘട്ടത്തിൽ എഴുതി എന്നറിയത്തില്ല, എപ്പോൾ സങ്കീർത്തനങ്ങളുടെ കൂട്ടത്തിലേക്ക് ആഡ് ചെയ്തു എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചറിനകത്ത് നിന്നും അല്ലെങ്കിൽ ഇതിൻ്റെ രൂപഘടനയ്ക്കകത്തു നിന്നും അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്ന ഒന്നുണ്ട്. ഇത് യെരൂശലേം ദേവാലയത്തിനകത്ത് ആരാധിക്കുമ്പോൾ അല്ലെങ്കിൽ യെരൂശലേം ദേവാലയത്തിനകത്ത് സ്തോത്ര സങ്കീർത്തനമായി, ഒരു പുകഴ്ചയുടെ സങ്കീർത്തനമായി ഉപയോഗിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിന് ഇങ്ങനെ കാണിക്കുന്നത്, അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. യെരൂശലേം ദേവാലയത്തിനകത്തേക്ക് കടന്നു വരുന്ന ജനത്തെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, ആരാധനയ്ക്ക് വേണ്ടി കടന്നു വരുന്ന ജനത്തെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് അവൻ പാടുന്ന ഒരു സങ്കീർത്തനം. നമുക്കറിയാം, യെരൂശലേം ദേവാലയത്തിനകത്തേക്ക് ജനം അല്ലെങ്കിൽ യെരൂശലേം ഇസ്രായേലിൽ മുഴുവൻ കടന്നു വരുന്ന വർഷത്തിൽ 3 അവസരങ്ങളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പിൽഗ്രിമേജുകൾ 3 തവണ സംഭവിക്കാറുണ്ട്. ഞാൻ നിങ്ങളെ ഇന്ന് പകൽക്കാലം പിൽഗ്രിമേജിനെ പറ്റി പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയല്ല, പക്ഷേ ഈ വചനത്തിനകത്തത് സംസാരിച്ചു പോകേണ്ട ആവശ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോവുക. നോക്കണേ, 3 തവണ വർഷത്തിൽ എന്ത് ചെയ്യണം? ജനം എന്തിനകത്ത് വരണം? യെരൂശലേം ദേവാലയത്തിനകത്ത് വരണം. ദൈവം കൽപ്പിച്ചു കൊടുത്തതാ. എന്താ? നിങ്ങളുടെ കുടുംബത്തിൽ മുതിർന്നവരായിട്ടുള്ള പുരുഷന്മാർ എന്ത് ചെയ്യണം? വർഷത്തിൽ 3 തവണ എവിടെ വരണം? ദേവാലയത്തിനകത്ത് വരണം. എപ്പോഴൊക്കെയാ? 1 പെസഹയുടെ പെരുന്നാളിന്റെ സമയത്ത്, 2 അതിനുശേഷം 50 ദിവസങ്ങൾ കഴിഞ്ഞ് പെന്തക്കോസ്ത് പെരുന്നാളിന്റെ സമയത്ത്, പിന്നീട് എന്ത് സമയത്ത്? കൂടാര പെരുന്നാളിന്റെ സമയത്ത്. ഈ 3 സമയങ്ങളിൽ എന്ത് ചെയ്തിരിക്കണം? നിർബന്ധമായും ആര് ചെന്നിരിക്കണം? ഇസ്രായേലിലെ പുരുഷന്മാർ ദൈവത്തിന്റെ ആരാധനാലയത്തിനകത്ത് ചെന്നിരിക്കണം. അതൊരു വ്യവസ്ഥയാണ്. ഇതിന്റെ 3 ഞാൻ പറഞ്ഞു 3 പെസഹയുടെ സമയം, പെന്തക്കോസ്തിന്റെ സമയം, കൂടാരത്തിന്റെ സമയം. ഇത് 3 കാര്യങ്ങളെ നിഴലിട്ട് നിൽക്കുന്നുവെങ്കിലും അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ളതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് അവരുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. പെസഹയുടെ സമയത്താണ് എന്ത് ചെയ്യുന്നത്? അവരുടെ യവത്തിന്റെ ഹാർവസ്റ്റ് നടക്കുന്നത്. അപ്പോൾ അവര് ആരാധനാലയത്തിനകത്തേക്ക് എന്തും കൊണ്ട് വരും? അവരുടെ കൃഷിഭൂമിയിൽ നിന്ന് കിട്ടിയ ധാന്യവുമായി എന്ത് ചെയ്യുക? പെസഹയുടെ പെരുന്നാളിൽ അവരെന്ത് ചെയ്യുക? ദൈവത്തിന് നന്ദി അർപ്പിക്കാൻ വേണ്ടി തരുക. താങ്ക്സ് ഗിവിങ്, ദൈവത്തിന് നന്ദി കൊടുക്കാൻ വേണ്ടി. അവർക്ക് നല്ലൊരു കൊയ്ത്ത് കൊടുത്തതിന്, അവർക്ക് നല്ല ധാന്യങ്ങളെ കൊടുത്തതിന്, നല്ല ഫലത്തെ കൊടുത്തതിന് അവരതെന്ത് ചെയ്യുക? അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ താങ്ക്സ് ഗിവിങ് ആയിട്ട് വരിക. അത് കഴിഞ്ഞ് പെന്തക്കോസ്തിന്റെ സമയത്താണ് അവരുടെ എന്ത് സംഭവിക്കുന്നത്? ഗോതമ്പിന്റെ വിളയെടുപ്പ് നടക്കുന്നത്. അപ്പോഴവർ പിന്നെയും വരിക. അവരുടെ കുടുംബത്തിനകത്തുണ്ടായ, അവരുടെ വീട്ടിനകത്ത്, അവരുടെ കൃഷിയിടത്തിലുണ്ടായ ഗോതമ്പും കൊണ്ട് അവർ പിന്നെയും വരിക. അത് കഴിഞ്ഞിട്ട് അവസാന കൂടാര പെരുന്നാളിന്റെ സമയത്ത് അവർക്ക് ആ വർഷത്തിലെ അവസാന ഹാർവസ്റ്റിന്റെ കൊയ്ത്തെടുപ്പിന്റെ സമയം. അപ്പോൾ അവരെന്ത് ചെയ്യും? അടുത്തൊരു കൂട്ടം ഫലവുമായി ചെയ്യുക. ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ അവരെ അനുഗ്രഹിച്ച ദൈവത്തിന്, അവർക്ക് ഒരു വർഷക്കാലം മുഴുവൻ നല്ല ഫലം കൊടുത്ത ദൈവത്തിന്, അവരുടെ പ്രവൃത്തികളിൽ നല്ല പ്രൊഡക്ഷൻ കൊടുത്ത അല്ലെങ്കിൽ പ്രൊഡക്ടിവിറ്റി കൊടുത്ത ദൈവത്തിന് അതുമായി എന്ത് ചെയ്യുക? ജനം എന്തിനകത്ത് ചെല്ലുക? ദേവാലയത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ അവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട്, താങ്ക്സ് ഗിവിങ്ങിന്, നന്ദി അർപ്പിക്കുന്നതിന് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് പാടുന്നൊരു സങ്കീർത്തനമാണ് ഏത്? 100-ാമത്തെ സങ്കീർത്തനം. അതിന്റെ 4-ാമത്തെ 5-ാമത്തെ വാക്യം ഇങ്ങനെ, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരിക താങ്ക്സ് ഗിവിങ്, എൻഡ് ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ്. അവരുടെ വാതിലുകളിലേക്ക് നന്ദിയോടെ കയറി ചെല്ലുവിൻ. ആരുടെ വാതിലേക്ക്? യഹോവയായ ദൈവത്തിന്റെ ആരാധനാലയത്തിനകത്ത് താങ്ക്സ് ഗിവിങ്ങിലൂടെ, നന്ദിയോടെ കയറി ചെല്ലുവിൻ. അവന്റെ പ്രാകാരങ്ങളിൽ എന്ത് ചെയ്യണം? സ്തുതിയോടുകൂടെ വരുവിൻ. അതിനുശേഷം അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. ആ വാക്യത്തിനകത്ത് തന്നെ 2 തവണ താങ്ക്സ്, ദൈവത്തിന് നന്ദി അർപ്പിക്കുവിൻ എന്ന് എന്ത് പറയുക? സങ്കീർത്തനക്കാരൻ വീണ്ടും വീണ്ടും പറയുക. അതിന് കാരണം എന്നാ? 5-ാമത്തെ വാക്യം അതിന് കാരണം പറയുന്നേ, യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്.
അവൻ അവന്റെ ദയ എന്നേക്കുമുള്ളത് മാത്രമല്ല അവന്റെ വിശ്വസ്തത അവൻ തലമുറകളോളം ഇരിക്കുന്നു. അവൻ അപ്പന്മാരുടെ കാലം തൊട്ട് തന്നെ അവൻ ഇപ്പോൾ തലമുറകളുടെ സമയത്തും അവൻ വിശ്വസ്തനായിരിക്കുന്ന ഒരു ദൈവത്തെ അവന് താങ്ക്സ് ഗിവിങ്ങിനായി അവന് നന്ദി അർപ്പിക്കുവാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സങ്കീർത്തനം. ഇന്ന് പകൽക്കാലം 2026 അവൻ തുടക്കത്തിൽ നിൽക്കുമ്പോൾ അവൻ ഒരു പ്രാകാരത്തിനകത്ത് നിൽക്കുന്നത് പോലെ വാതിക്കലിനകത്ത് നിൽക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുക. അവൻ തലമുറയായി വിശ്വസ്തനായിരുന്ന ഒരു യഹോവ, നമുക്ക് മുന്നേ നമ്മളെ കണ്ട ഒരു യഹോവ, പിതാക്കന്മാരുടെ കാലം തൊട്ടേ അവന്റെ ദയ നമ്മളോട് കാണിച്ചവൻ, തന്റെ വിശ്വാസത്തിനകത്തേക്ക് തന്റെ രക്ഷയിലേക്ക് നമ്മളെ കൂട്ടിച്ചേർത്ത അവന്റെ രക്ഷയ്ക്ക് യോഗ്യനാക്കി തീർത്ത വിശ്വസ്തതയുള്ള തലമുറയോളം വിശ്വസ്തത കാണിക്കുന്ന ഒരു യഹോവയുടെ സന്നിധിയിലേക്ക് എന്ത് ചെയ്യുക? നന്ദിയോടെ 2026 നന്ദിയോടെ വിശ്വസ്തനായ ഒരുവന്റെ മുൻപിൽ നന്ദിയോടെ കടന്നു വരിക. സങ്കീർത്തനക്കാരന്റെ ഈ സങ്കീർത്തനത്തിന്റെ ആകത്തുക ഇതാ, ദൈവത്തിന്റെ സന്നിധിയിൽ എന്ത് ചെയ്യുക? നന്ദിയോടെ കടന്നു വരിക. നോക്കണേ, അവർ കടന്നു വരുന്നത് അവരുടെ മെറ്റീരിയൽ തിങ്സുമായിട്ട്. അവർക്ക് ഒരു വർഷം ദൈവം കൊടുത്ത മെറ്റീരിയൽ തിങ്സിന്റെ ഒരു പാർട്ട്, ഒരു അംശമായി അത് എടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ എന്തിനു വരുന്നേ? നന്ദി അർപ്പിക്കാൻ വേണ്ടി വരുന്നേ. പക്ഷേ ആദ്യത്തെ 3 വാക്കുകളിനകത്ത് ഇതൊന്നും എന്തില്ല, സങ്കീർത്തനക്കാരൻ പറയുന്നില്ല. അവര് വരുന്ന ഈ 3 തവണയും വരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? താങ്ക്സ് ഗിവിങ് കൊടുക്കാനാ. അവർക്ക് അവരുടെ മെറ്റീരിയൽസ്, അവർക്ക് കിട്ടിയ ഗോതമ്പ്, യവം, ഇതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് കൊടുക്കാനാണ് വരുന്നത്. പക്ഷെ ആദ്യത്തെ 3 കാര്യങ്ങളിൽ ദൈവം പറയുന്നത് അതിനേക്കാൾ സങ്കീർത്തനക്കാരൻ പറയുന്നത് അതിനേക്കാൾ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? 1, യഹോവയ്ക്ക് ആർപ്പിടുവിൻ. 2, സന്തോഷത്തോടെ അവനെ സേവിക്കുവിൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. 4, യഹോവ തന്നെ ദൈവം എന്നറിവിൻ. 4 കാര്യങ്ങള്. അപ്പോൾ സങ്കീർത്തനക്കാരൻ പോലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് താങ്ക്സ് ഗിവിനേക്കാൾ, ദൈവത്തിന്റെ സന്നിധിയിൽ മെറ്റീരിയൽ ഐറ്റംസും കൊണ്ട് ചെല്ലുന്നതിനേക്കാൾ ഇമ്പോർട്ടൻസ് അവൻ കൊടുക്കുന്നത് എന്താ? ദൈവത്തിന് എന്ത് ചെയ്യുക? അവനെ ആർപ്പിടുവിൻ, യഹോവയ്ക്ക് ആർപ്പിടുവിൻ. അത് മാത്രമല്ല, അവനെ എന്ത് ചെയ്യണം? സേവിക്കണം. അവനെ എന്ത് ചെയ്യണം? സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരണം. 4, അവനെ എന്ത് ചെയ്യണം? അവനെ അറിയണം. ദൈവം നമ്മുടെ ദൈവത്തിന്റെ വ്യവസ്ഥയുണ്ട്, ശരിയാ. എന്ത് ചെയ്യണം? കുടുംബത്തിനകത്തുണ്ടാവുന്നത്, ഗോത്രത്തിനകത്തുണ്ടാവുന്നത് ദൈവസന്നിധിയിൽ ആലയത്തിലേക്ക് കൊണ്ടുപോകുന്ന വ്യവസ്ഥയുണ്ട്. പക്ഷേ വ്യവസ്ഥയ്ക്ക് മുകളിലായും ദൈവം ആഗ്രഹിക്കുന്ന ചിലത് കൂടി ഉണ്ട്. ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നിൽക്കുമ്പോൾ 2025 ഡിസംബർ 31 നമ്മൾ വന്ന് കുടുംബമായി എഴുന്നേറ്റ് ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് താങ്ക്സ് പറഞ്ഞു. ഒരു വർഷം ദൈവം എന്നെ നടത്തി, ഒരു വർഷം എനിക്ക് ജോലി നൽകി തന്നു, എനിക്ക് വിദ്യാഭ്യാസം നൽകി തന്നു, ഗ്രാജുവേറ്റ് ചെയ്യുവാൻ സഹായിച്ചു. പല മേഖലകളിൽ എന്നെ ദൈവം സഹായിച്ചു. ഇനി നമ്മൾ അടുത്ത ഒരു 51 ആഴ്ചകളോടെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 52 ആഴ്ച കഴിഞ്ഞിട്ട് 26 ഡിസംബർ 31 എഴുന്നേറ്റ് ഇന്ന് വീണ്ടും എന്തിനു വരും? താങ്ക്സ് ഗിവിങ്ങിന് വരും. ദൈവത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് ഒരുമിച്ച് പറയും, ഈ ഒരു വർഷവും ദൈവം എനിക്ക് വിശ്വസ്തനായിരുന്നു, ഈ ഒരു വർഷവും അവന്റെ ദയ എന്നെ കാണിച്ചു, എനിക്ക് എന്ത് ചെയ്തു? എല്ലാ ഉപകാരങ്ങളും ചെയ്തു. പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പില് ദൈവം ആഗ്രഹിക്കുന്ന ചിലത് കൂടിയുണ്ട്. എന്തൊക്കെയാ? 1, അവനെ ആർപ്പിടണം. യഹോവയ്ക്ക് ആർപ്പിടണം. എപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യണം? യഹോവയ്ക്ക് ആർപ്പിടണം. ഈ ആർപ്പിടുവിൻ എന്നുള്ള വചനം ആർപ്പിടുവിൻ എന്നുള്ള വാക്ക് ഏകദേശം 64 തവണ ബൈബിളിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഈ ഭാഗത്തിൽ അത് ഏകദേശം ഷൗട്ട്, ദൈവത്തിന് ആർപ്പിടുവിൻ, ഷൗട്ട് ടു ദ ലോർഡ്, അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന 16ഓളം ഭാഗങ്ങൾ എന്തുണ്ട്? ഹീബ്രുവിന്റെ റിപ്പീറ്റേഷൻ വരുന്ന ആ വാക്കുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന 16ഓളം വേദഭാഗങ്ങൾ ബൈബിളിനകത്തുണ്ട്. ഇതിന്റെ തുടക്കം കാണുന്നത് സംഖ്യാപുസ്തകത്തിനകത്ത് എങ്ങനെ നിങ്ങൾ യുദ്ധത്തിന് പോകണമെന്ന് വ്യവസ്ഥ കൊടുക്കുമ്പോൾ പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? കാഹളം ഊതണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഷൗട്ട് ചെയ്യണം. അവന് എന്ത് ചെയ്യണം? ആർപ്പിടണം. അത് കഴിഞ്ഞിട്ട് കാണുന്നത് സംഖ്യാപുസ്തകത്തിൽ തന്നെ 23-ാമത്തെ അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിലാ. 23-ാമത്തെ അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാം. ആരെങ്കിലും ഒരാളൊന്ന് എടുക്കാമോ, വായിക്കാമോ? ഓക്കെ, അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന രാജ കോലാഹലം എന്നാ.
അവൻ എന്തുകൊണ്ട് അവൻ ആർപ്പുവിളി, അവൻ യഹോവയ്ക്കുള്ള ഒരു ആർപ്പുവിളി എവിടെ ഉണ്ട്? യാക്കോബിനകത്തുണ്ട്. അവൻ ഇത് ഏത് ഭാഗത്തല്ല പറയുന്നതെന്ന് അറിയുമോ? അവൻ ഇസ്രായേൽ മക്കള് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിലേക്ക് അവൻ വാഗ്ദത്ത കനാലിലേക്ക് നടക്കുമ്പോൾ അവൻ വിലയാമെന്നൊരു പ്രവാചകനെ അവരുടെ ഇടയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവൻ ഇസ്രായേലിനെതിരായിട്ട് പ്രവചിക്കാൻ പറയുമ്പോൾ അവൻ ഒരു ബാരാക്ക് പറഞ്ഞ് അവനെ ഏൽപ്പിക്കുമ്പോൾ ബിലയാം വന്ന് നിന്നിട്ട് അനുഗ്രഹത്തോടെ പറയുന്ന വാക്കുകൾ നമ്മളിവിടെ വായിച്ചേ. എന്തുവാ പറയുന്ന വാക്കുകളിൽ? ഇസ്രായേലിനകത്ത് തിന്മ കാണാനില്ല. തിന്മ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ എന്താ പറയുന്നത്? അവൻ ഭാഗ്യക്കേടായിട്ടൊന്നും എന്തില്ല. അവൻ ചെയ്യുന്നതെല്ലാം നന്മയ്ക്കായി സംഭവിച്ചു കൊണ്ടിരിക്കുക. അവന്റെ ഉള്ളിൽ എന്തേ ഉള്ളൂ? നന്മ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എന്ത് സംഭവിച്ചാലും എന്തൊക്കെ സംഭവിച്ചാലും എല്ലാ ദിവസവും എന്തേ സംഭവിക്കുന്നുള്ളൂ? അവന്റെ ജീവിതത്തിൽ നന്മ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താ? കഷ്ടത ദർശിപ്പാനില്ല. കാരണം എന്താട്ടാ വിലയം പറയുന്നേ? ഇസ്രായേൽ അവന്റെ ദൈവമായ യഹോവ കൂടെ ഇരിക്കുന്നു. 2, അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം എന്തിനകത്തുണ്ട്? ഇസ്രായേൽ യാക്കോബിന്റെ ഗ്രഹത്തിനകത്തുണ്ട്. മാത്രമല്ല യാക്കോബിന്റെ ഗ്രഹം മുഴുവനായിട്ട് എന്തു ചെയ്യുന്നു? ആ സാന്നിധ്യത്തിന്റെ മധ്യത്തിൽ എന്തു ചെയ്യുക? ദൈവത്തിനെ ആർപ്പിട്ടുകൊണ്ടിരിക്കുക. ഇവിടെ പ്രവാചകനെ വിലയാമിനെ ആക്കി വെച്ചത് ഒരു രാജാവാ. ആ രാജാവ് നോക്കുമ്പോൾ എന്താ? ഒരു കൂട്ടം ജനം വരും, അവർക്ക് എന്തില്ല? രാജാവില്ല. ആ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും ഫിസിക്കലായിട്ടുള്ളൊരു ഒരു സാന്നിധ്യമുള്ള ഒരു ദൈവത്തെയാണ് ആ ഒരു കാലഘട്ടത്തിൽ ഏഷ്യന്റ് ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. സോ ദൈവത്തിന്റെ പ്രസൻസ് അവരുടെ മധ്യത്തിൽ ഉണ്ടാകാൻ വേണ്ടി, അവർ ഫിസിക്കൽ പ്രസൻസ് അവരുടെ മധ്യത്തിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നേ? വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവരുടെ കൂടെ കൊണ്ട് നടക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഈ ജനത്തിന്റെ മധ്യത്തിൽ വിഗ്രഹങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ പ്രസൻസ് ഇല്ല, രാജാവില്ല. പക്ഷെ നോക്കിയിട്ട് പറയുക അവരുടെ മധ്യത്തിൽ എന്തില്ല? തിന്മയില്ല, അവരുടെ മധ്യത്തിൽ കഷ്ടതയില്ല. രാജാക്കന്മാർക്ക് നോക്കുമ്പോൾ ശത്രുവിനെ നോക്കുമ്പോൾ രാജാവില്ലാത്തൊരു കൂട്ടം നടന്നു പോകുന്നത് പോലെ കാണുന്നത്. പക്ഷെ പ്രവാചകൻ നോക്കിയിട്ട് പറയുക, എന്താ പറയുന്നേ? അവന്റെ മധ്യത്തിൽ എന്തോ ഇരിക്കുന്നു? യഹോവ, ദൈവമായവൻ, സകല ദൈവങ്ങൾക്കും മേലെ ഉള്ളവൻ, ഏക സത്യ ദൈവമായവൻ എന്ത് ചെയ്യുന്നു? അവന്റെ മധ്യത്തിലുണ്ട്. മാത്രമല്ല രാജാവില്ലാത്തവരല്ല, ഒരു രാജ കോലാഹലമുള്ളവരാ. ആമേൻ, ആമേൻ, ആമേൻ. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ, ശത്രുവിനെ നോക്കുമ്പോൾ നമ്മളെ നോക്കിയിട്ട് ആമേൻ, 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 എന്തു പറയണം? ഇവന്റെ മധ്യത്തിൽ എന്തുണ്ട്? യഹോവ എന്ന രാജാവുണ്ട്. യഹോവ എന്ന ദൈവം ഇവന്റെ മധ്യത്തിലുണ്ട്. സഭയെ നോക്കിയിട്ട് പറയണം, ഇതിനകത്ത് രാജകോലാഹലങ്ങൾ കേൾക്കുന്നു. ദൈവമായവൻ, യഹോവയായവൻ, രാജാതിരാജാവായവൻ ഈ സഭയ്ക്കകത്തും മധ്യത്തിലുണ്ടെന്ന് ആര് പറയണം? നമ്മളെ കാണുന്നവർ പറയണം. ഞാൻ അതവിടെ വെച്ച് മുന്നോട്ട് പോവുകയാണ്. ആമേൻ. അപ്പോൾ എന്തുണ്ട്? യഹോവയ്ക്ക് ആർപ്പിടണം. അത് കഴിഞ്ഞിട്ട് ഈ വാക്ക് പിന്നെ കാണുന്നത് യോശുവയുടെ സമയത്ത്, യോശുവയുടെ എരിഹോ പട്ടണത്തിനകത്ത് തകർക്കാൻ 7ാമത്തെ ദിവസം 7 തവണ കാഹളം ഊതണം. എന്നിട്ട് 7 തവണ കാഹളം ഊതിട്ട് എന്ത് ചെയ്യണം? ജനം ആർപ്പിടാൻ പറയുമ്പോൾ അവിടെ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. അവരുടെ മുന്നിൽ നിൽക്കുന്ന മതിലിനെ മുഴുവനായി തകർത്ത് കളയുന്ന ഒരു ആർപ്പിടലിന്റെ അനുഭവം എന്തുണ്ടായിരുന്നു? അവരുടെ ചരിത്രത്തിലുണ്ടായിരുന്നു, അവരുടെ പിതാക്കന്മാരുടെ കാലത്തിലുണ്ടായിരുന്നു. ഈ ആർപ്പിടൽ എന്ന് പറയുന്നത് ജയിച്ചു നിൽക്കുന്ന ഒരു രാജാവിന്റെ മുന്നിൽ ഞങ്ങളുടെ രാജാവ് ജയിച്ചവനാ, ഞങ്ങൾ ഇത്ര സന്തോഷത്തോടെ നിൽക്കുക. ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവരത് പ്രകടിപ്പിക്കുന്ന, ജനം പ്രകടിപ്പിക്കുന്ന, പ്രജകൾ പ്രകടിപ്പിക്കുന്ന അനുഭവമായി ഈ ആർപ്പിടലിന്റെ അനുഭവം ഇന്ന് പകൽക്കാലം ആലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ തിങ്സുമായി വന്നുകൊണ്ടിരിക്കുന്ന ജനത്തിനോട് സംഗീത പ്രമാണി പറയുക, എന്താ പറയുന്നേ? നിങ്ങളുടെ മധ്യത്തിൽ നിറവിന്റെ അനുഭവം മാത്രമല്ല, നിങ്ങളുടെ മധ്യത്തിൽ നിങ്ങളെ വിജയിപ്പിക്കുന്ന ദൈവത്തിനുള്ള ചില രാജകോലാഹങ്ങൾ കൂടി ഉണ്ടാകണം. ഇന്ന് പകൽക്കാലം 2025 സമ്പൂർണ്ണമായി വിജയത്തോടെ 2026 കാലെടുത്തു വെക്കുമ്പോൾ നിങ്ങളെ വിജയിപ്പിച്ച ഒരു ദൈവത്തിനുള്ള ഒരു ആരവം, ഒരു ആർപ്പ് എന്തുണ്ടാവണം? നമ്മുടെ മധ്യത്തിൽ ഉണ്ടാകണം. ആമേൻ. 2, എന്ത് ചെയ്യണം? യഹോവയെ സേവിക്കണം. എങ്ങനെ? സന്തോഷത്തോടെ സേവിക്കണം.
അവൻ ജാതികൾ മുഴുവൻ അവർ കയറി ഇറങ്ങി വന്ന എല്ലാ നഗരങ്ങളിലും അനവധി ദൈവങ്ങളുണ്ടായിരുന്നു. അനവധി അവൻ ജനങ്ങൾ സേവിക്കുന്ന അനവധി ദൈവങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ പേടിയോടെ നോക്കി കാണുമ്പോൾ ഇവർക്ക് ഇസ്രായേൽ മക്കൾക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ സേവിക്കാൻ പറ്റുന്ന ഒന്ന് നമ്മൾ ആരാധിക്കുന്ന ദൈവം, നമ്മൾ അവനെ ആരാധിക്കുന്നത് പേടിച്ചിട്ടാണോ? അല്ല. നമ്മൾ അവനെ ആരാധിക്കുന്നത് നമ്മളിത് ആരാധിച്ചില്ലെങ്കിൽ, നമ്മളിത് ഇന്ന് ഞായറാഴ്ച ഇവിടെ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള പേടി കൊണ്ടാണോ? അല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കണം? സന്തോഷം കൊണ്ടായിരിക്കണം. സന്തോഷത്തോടെ എന്ത് ചെയ്യണം? ദൈവത്തെ സേവിക്കണം. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവിൻ. 3 യഹോവ തന്നെ ദൈവം എന്നറിവിൻ. ദൈവം എന്ന് അറിവിൻ. ആ ദൈവത്തിന്റെ 2 കാര്യങ്ങൾ അവൻ ചെയ്ത 2 കാര്യങ്ങൾ അടുത്ത കാര്യങ്ങൾ പറയുന്നത്. അവൻ നമ്മെ എന്ത് ചെയ്തു? ഉണ്ടാക്കി. എന്ത് ചെയ്തു? നമ്മളെ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ ക്രിയേറ്റ് ചെയ്തു? ഒന്നുമില്ലായ്മയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തു. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ ക്രിയേറ്റ് ചെയ്ത ദൈവം. സാധ്യതകൾ ഒന്നുമില്ലാതിരിക്കുമ്പോൾ, ജീവന് ഒരു ശേഷിപ്പും ഇല്ലാതിരിക്കുമ്പോൾ, സാധ്യതകൾ ഇല്ലാതിരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ നിന്നും ജീവനെ ഉളവാക്കിയ ദൈവം. രണ്ടാമത്തെ കാര്യം എന്താ? നാം അവനുള്ളവൻ അത്രേ. ദൈവത്തിന്റെ ഓതർഷിപ്പ്. അവന് നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടി നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ? നമ്മൾ ആരാ? നമ്മൾ ദൈവത്തിനുള്ളവരാ. നമ്മുടെ അടുത്ത ദിവസങ്ങളിലെ കാര്യങ്ങളെ പറ്റിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ആരാ? നമ്മൾ അവനുള്ളവനാ. നമ്മളെ ജനിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മളെ ക്രിയേറ്റ് ചെയ്തത് ആരാ? ദൈവമാ. നമ്മൾ ആർക്കുള്ളതാ? ആ ദൈവത്തിനുള്ളതാ. അത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുക. നമ്മളെ ഒന്നുമില്ലായ്മയിൽ നിന്ന് കൊണ്ടുവന്നതാരാ? ദൈവമാ. എങ്കിൽ നമുക്ക് വേണ്ടുന്ന എല്ലാം നൽകി തരുന്നതാരാ? ദൈവമാ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയാൻ പറ്റും, എന്നെ വിളിച്ച് വേർതിരിച്ച് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടെ എത്തിച്ചെങ്കിൽ എന്റെ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്നെ കരുതുന്നത് ആരാ? അതെന്റെ ദൈവമാ. അതിനുള്ള കാരണം എന്നാ? ഞാൻ അവനുള്ളവനാ. ഇന്ന് പകൽക്കാലം ആലയത്തിനകത്ത് ഞാൻ നിൽക്കുന്നതിന് കാരണം ഞാൻ അവനുള്ളവനാ. ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ സ്തോത്രങ്ങളോടെ ആരാധനയ്ക്ക് വേണ്ടി, വർഷിപ്പിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കാൻ വേണ്ടി വരുന്ന ജനത്തിനോട് പറയുക, അത് മാത്രം പോരാ. എന്ത് വേണം? ആർപ്പിടലിന്റെ ഒരു അനുഭവം വേണം. എന്ത് വേണം? ദൈവത്തിന്റെ സന്നിധിയിൽ ആർപ്പിടുന്ന ഒരു അനുഭവം. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം തിരിച്ചറിവ്, ദൈവത്തെ വീണ്ടും വീണ്ടും അറിയുന്ന ഒരു അനുഭവം വേണം. ഇത് പാടുന്നത് കേൾക്കുന്നത് ആരാ? ഇതൊക്കെ സംഭവിച്ചതൊക്കെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ പുതിയ തലമുറകളാണ് എന്ത് ചെയ്യുന്നത്? വ്യവസ്ഥ അനുസരിച്ച് ആലയത്തിനകത്തേക്ക് എന്ത് വരുന്ന മെറ്റീരിയൽസും അവർ ദൈവത്തിന് കൊടുക്കാനുള്ളതുമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കേൾക്കുക. ഇവർ കേൾക്കുമ്പോൾ കേൾക്കുന്ന ഒന്നുണ്ട്. എൻ്റെ പിതാവിന്റെ സമയത്ത് ദൈവം നടത്തിയ ദൈവം അവരുടെ മുന്നിൽ രാജകോലാഹലമായി രാജാവില്ലാതിരുന്ന മേഖലകളിലും പല രാജാക്കന്മാരുടെ മുന്നിൽ കൂടി കടന്നു പോയപ്പോഴും അവിടെ എല്ലാം അവരെ ജയിപ്പിച്ചൊരു ദൈവം. എരിഹോവിന്റെ മധ്യത്തിൽ എത്തിയപ്പോഴും അവർക്ക് മുന്നിൽ മതിലുകളെ തകർത്തെറിഞ്ഞ ദൈവം. അവർക്ക് മുന്നിൽ നിന്ന് സകല മതിലുകളെയും പൊട്ടിച്ചൊരു ദൈവം. അവരുടെ മുന്നിൽ ശപിക്കുവാൻ നിന്ന നാവുകളെ അവർക്കെതിരെ അനുഗ്രഹം മാറ്റിയ ഒരു ദൈവം. ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്ത് ചെയ്യുന്നു? അവൻ വിശ്വസ്തന. അവൻ തലമുറയോളം എന്ത് ചെയ്യുന്നു? അവൻ വിശ്വസ്തത കാണിക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം 2026 കടക്കുന്ന സഭയോട് ഈ ദിവസങ്ങളിൽ ഇത് പറഞ്ഞു ധൈര്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുക. അവൻ തലമുറയായി നമ്മളോട് വിശ്വസ്തത കാണിക്കുന്ന ദൈവമാ. തലമുറയായി എങ്ങനെയാ? അവൻ രാജാതിരാജാവായി, സകലത്തിനു മേലെ രാജാവായി തലമുറയായി നമ്മുടെ മധ്യത്തിലുണ്ട്. സകലത്തിനു മേലെ ക്രിയേറ്റീവായി ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് സകലത്തെയും വിളിച്ചു വരുത്തുന്ന നിർമ്മിതാവായി ദൈവത്തിന്റെ സാന്നിധ്യം. ശൂന്യമായി കിടക്കുന്ന മേഖലകളെ നോക്കി ഇതിനകത്തു നിന്നും ജീവനെ ഉൾപ്പെടുത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അത് തലമുറയായി നമ്മുടെ മധ്യത്തിൽ ഇപ്പോഴും ഉണ്ട്. നമ്മളെ എന്ത് ചെയ്തിരിക്കുന്ന അവകാശമാക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം, അവന്റെ ദയ, അവന്റെ തലമുറയുള്ള വിശ്വസ്തത എന്തുകൊണ്ട് നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ ദിവസങ്ങളിൽ 2026 ഡിസംബർ 31 എഴുന്നേറ്റ് നിന്ന് ഈ ഒരു വർഷക്കാലം ദൈവം എന്നെ സഹായിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് പറയുവാൻ നമുക്ക് പ്രാപ്തി ഉണ്ടാവണം. ഈ ഒരു വർഷത്തിലെ ഓരോ ദിവസവും ഈ രാജാവിനെ എന്ത് ചെയ്യാൻ സാധിച്ചു? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കുവാൻ അവനെ ആഘോഷിക്കുവാൻ എനിക്ക് സാധിച്ചു. ആ ദൈവത്തെ അറിയുവാൻ സാധിച്ചു. ആ ദൈവത്തിന്റെ സന്നിധിയിൽ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആരാധിക്കുവാൻ ചെല്ലുവാൻ സാധിച്ചു. ഈ വചനങ്ങളെ ദൈവം